എറണാകുളം കാലടിയിൽ സിനിമാ തിയേറ്റർ മാനേജർക്ക് മർദ്ദനം. കാലടി ഡ്രീം ബിഗ് ജവഹർ സിനിമാ തിയേറ്റർ മാനേജർ ലാലുവിനെ 5 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് സിനിമാ പ്രദർശനം നടത്താത്തതിനെ ചൊല്ലിയായിരുന്നു മർദ്ദനം. പരിക്കേറ്റ ലാലുവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം നഗരസഭയിലെ 3 കോടിയുടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. ഫെലിക്സിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത്. സംഭവമുണ്ടായതിൽ ഗുരുതര വീഴ്ചയാണ് നഗരസഭ ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറിക്ക് സംഭവിച്ചത് എന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? കോട്ടയം നഗരസഭയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനു മുമ്പ് വിവിധ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതിയായിട്ടുള്ള വ്യക്തിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഫെലിക്സിനെതിരെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇയാൾക്ക് തട്ടിപ്പിന് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും ഈ പെൻഷൻ ഫണ്ട് വിതരണത്തിൽ മേൽനോട്ടത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും ഈ തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയിരുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെലിക്സിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് നേരത്തെ തന്നെ ഇതിന്റെ ചുമതലയുള്ള ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതിയായിട്ടുള്ള അഖിൽ സി വർഗീസിനെ പിടികൂടാനോ അല്ലെങ്കിൽ മറ്റു നടപടിയിലേക്ക് നീങ്ങാനോ പോലീസിനോ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ BJP അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സമരവും ഇതിനെ പിന്നാലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.